കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇപ്പോൾ കോഴിക്കോട് ഒരു സെമിനാറിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യുവത രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ സ്വതന്ത്രമായി പ്രവർത്തിക്കണം. ഇരുട്ടത്തിരുന്ന് പക്ഷേ എന്ത് തോന്നിവാസവും എഴുതാമെന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആളുകൾ വിചാരിക്കരുത്. അവരെ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. യൂത്തിന് എന്ത് വേണമെന്ന് ആരും ആലോചിക്കുന്നില്ല. പാർലമെൻറ്റിൽ നിയമം ഉണ്ടാക്കുമ്പോഴും ഇത് ആലോചിക്കുന്നില്ല. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ പ്രസംഗത്തിലേക്ക്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന രണ്ട് മൂന്ന് ചൊല്ലുകൾ. ഒന്ന് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്പീച്ചസിൽ. ഇത് കേട്ടാൽ സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ ദേഷ്യം വരുമായിരുന്നു. കാരണം എല്ലാ ദിവസവും രണ്ടു മൂന്ന് പ്രാവശ്യം കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുമായിരുന്നു. പക്ഷെ അത് കേൾക്കേണ്ടതാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ടീച്ചേഴ്സിന് അറിയാം. ഇഫ് വെൽത്ത് ഇസ് ലോസ്റ്റ്, നത്തിങ് ഇസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഇസ് ലോസ്റ്റ്, സംതിങ് ഇസ് ലോസ്റ്റ്. ബട്ട് ഇഫ് ക്യാരക്ടർ ഇസ് ലോസ്റ്റ്, എവറിത്തിങ് ഇസ് ലോസ്റ്റ്. ഇത് അന്ന് പറയുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, ഇവർക്ക് എന്തിനാ ഇത് എല്ലാ ദിവസവും പറഞ്ഞു തരുന്നത്? ആ പറഞ്ഞ കേട്ടതിന്റെ ഒരു കാരണമായിരിക്കാം ഇന്നിവിടെ. അത് അച്ഛനെ ഭയന്നിട്ടായിരിക്കാം, ടീച്ചേഴ്സിനെ ഭയന്നിട്ടായിരിക്കാം, അവർ പറഞ്ഞ കാര്യങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കാം. നമ്മൾ പലപ്പോഴും നമ്മൾ എടുക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ വളരെ അൺഫ്ലിഞ്ചിങ് ആയിട്ട് നിൽക്കാനുള്ള ധൈര്യം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു വലിയ ഒരു ബ്ലെസ്സിംഗ് ആണ്. ആ ബ്ലെസ്സിംഗ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ വി മസ്റ്റ് ടീച്ച് ദം ടു ബി സ്ട്രോങ് ഇൻസൈഡ്. ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല ഞാൻ പറയാം, മെന്റൽ സ്ട്രെങ്ത് വേണം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോഴിക്കോട് നടക്കുന്ന സെമിനാറിൽ സംസാരിക്കുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. സോഷ്യൽ മീഡിയ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കണം എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചടങ്ങിൽ ഓർമ്മിപ്പിച്ചു. ഇരുട്ടത്തിരുന്ന് എന്ത് തോന്നിവാസവും എഴുതിവിടരുതെന്നുകൂടി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആളുകളെ ഓർമ്മിപ്പിച്ചു.